ഹായ്, നിങ്ങളൊക്കെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ? ഏതായാലും അവസാനത്തെ 25 ദിവസമാണ് കേട്ടറ്റ് എക്സാമിനുള്ളത്. എങ്ങനെ നമ്മൾ ഈ 25 ദിവസത്തെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എഡ്യൂബ്ലിറ്റ്സ് ലേണിങ്ങിനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്തുക. ഏതായാലും നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഹൗ ക്രാക്ക് കേട്ടറ്റ് വിത്തിൻ 25 ഡേയ്സ്. എങ്ങനെ നമുക്ക് 25 ദിവസം കൊണ്ട് ഈ കേട്ടറ്റ് നേടിയെടുക്കാൻ കഴിയും? നിങ്ങൾ ഈ ഒരു സമയത്തൊന്ന് ചിന്തിക്കുക, ഈ 25 ദിവസം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? നിങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യാം. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് വേണം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് തന്നെയാണ്. നമ്മൾ സിലബസ് നോക്കിയിട്ടാണോ പഠിച്ചിട്ടുള്ളത്? ചിലപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വട്ടം കൂടി ആ സിലബസ് നോക്കുക. നമ്മൾ എത്ര ഭാഗം പഠിച്ചു, എത്ര ഭാഗം പഠിച്ചില്ല, ഏതൊക്കെ ഭാഗങ്ങൾ വിട്ടുപോയി, ഫോക്കസ് ചെയ്യാത്ത ഏരിയകൾ ഏതാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഈ സിലബസ് അനുസരിച്ച് ഞാൻ എത്ര ഭാഗം കവർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് പിക്ക് ഔട്ട് ദ ഹോട്ട് ടോപ്പിക്. നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും അതല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്കായിട്ട് തോന്നിയ പല കാര്യങ്ങളുണ്ട് അല്ലേ? കൂടുതൽ വരുന്ന പല ടോപ്പിക്സുകളും. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എന്നിട്ട് ഈ ടോപ്പിക്സിന് പ്രിയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാം. അതുപോലെ പ്രിപ്പയർ എ സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതായത് 25 ദിവസത്തെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ? അതായത് 20+5 ആക്കിയിട്ട്, അതായത് ആദ്യത്തെ 20 ദിവസം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. അവസാനത്തെ 5 ദിവസം റിവിഷനും കൂടി കൂടെ കൊണ്ടുപോവുക. ഈ 20 ദിവസത്തെ റിവിഷനും കൂടി നിങ്ങൾ കൂടെ കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് സംതൃപ്തിയോടെ എഴുതാൻ പറ്റൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് PYQ പ്രാക്ടീസ്. നിങ്ങൾ പരമാവധി PYQ ചെയ്യുക. കാരണം ഈ ഒരു എക്സാം കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ, നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ കൺസെപ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നു. തീർച്ചയായും ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകണം. ഒന്നാമത് ആ ഒരു കാര്യം. മറ്റൊന്ന് PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച കണ്ടന്റുകളൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അതായത് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ഏതായിരിക്കും ഇതിന് ഉത്തരം എന്ന് കൺഫ്യൂഷൻ ആവും. തീർച്ചയായും അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് PYQ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞത് ആദ്യത്തെ 20 ദിവസം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത 5 ദിവസത്തിൽ റിവിഷനും കൂടി പ്രാധാന്യം കൊടുക്കുക, റിവിഷനും കൂടി ചെയ്തു പോവുക. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മാർക്ക് ഷെയർ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുക, 150 മാർക്ക്. ഇതിൽ മോർ ദാൻ 60% മാർക്കെങ്കിലും നിങ്ങൾ നേടിയിരിക്കണം. ചില ആളുകൾക്ക് റിലാക്സേഷൻ ഉണ്ട്, എങ്കിലും ആരായാലും നിങ്ങളൊരു 90 മാർക്കിനേക്കാൾ കൂടുതൽ നേടിയെടുക്കുക. ഒരു 100 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നൊരു വാശിയോടെ പഠിക്കുക അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റൂ. അപ്പോൾ സൈക്കോളജിക്ക് 30 മാർക്ക്, പിന്നെ സോഷ്യൽ അല്ലെങ്കിൽ മാത്സ് ആൻഡ് സയൻസിന് 60 മാർക്ക്, മലയാളത്തിന് 30 മാർക്ക്, ഇംഗ്ലീഷിന് 30 മാർക്ക്. അപ്പോൾ തീർച്ചയായും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. സൈക്കോളജി നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ സൈക്കോളജി ഇനിയും പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയുടെ ഏതൊക്കെ ഏരിയകൾ ഏതൊക്കെ ദിവസങ്ങളിൽ കവർ ചെയ്യണം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് മാത്സ് അല്ലേ? നിങ്ങൾ മാത്സ് ആൻഡ് സയൻസ് എടുക്കുകയാണെങ്കിൽ ആ ഏരിയകൾ നിങ്ങൾ ആ ടോപ്പിക് വൈസ് ഒന്ന് നോക്കുക. കൂടുതൽ വരുന്ന ടോപ്പിക്സുകൾ സോഷ്യൽ ആണെങ്കിലും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ടോപ്പിക്സുകൾ കുറച്ചും കൂടി പ്രാധാന്യത്തോടെ നോക്കുക. അതിൻ്റെ നോട്ട്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറി എന്നുള്ളൊരു വിഷയമുണ്ട്, എങ്കിലും നിങ്ങൾക്കറിയാം അധിക കൺസെപ്റ്റുകളും ഓൾഡ് ബുക്കിൽ തന്നെ അല്ലേ? ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിച്ചതാണെങ്കിൽ ഒന്നുകൂടി അത് റിവൈസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കൂടുതൽ പോവേണ്ടതില്ല, നിങ്ങൾ ആ ഏരിയകളൊന്ന് കവർ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പുതിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക.
ഇനി മലയാളം ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും, അധിക ആളുകൾക്കും മലയാളം ഒരു എളുപ്പമായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷും ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സൈക്കോളജിക്കും, അതുപോലെ തന്നെ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുക്കണം. സോഷ്യലിന് നിങ്ങൾക്ക് സമയം എത്രയാണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് പ്രാധാന്യം കൊടുക്കുക. കാരണം നിങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ മാത്സ് ആൻഡ് സയൻസ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കും സെലക്ട് ചെയ്യുക. നമ്മൾ കാറ്റഗറി 2 ആണ് കേട്ടോ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. 3ൻ്റേതും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ്. പക്ഷേ കാറ്റഗറി 2ൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാത്സ് ആൻഡ് സയൻസ് ഭയങ്കര ടഫായിട്ട് കിട്ടൂല എന്നാണ് തോന്നുന്നതെങ്കിൽ ഇപ്പം ചേഞ്ച് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് സോഷ്യൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ സോഷ്യൽ ചെയ്താൽ മതി. നിങ്ങൾ നിർബന്ധമായിട്ട് മാത്സ് ആൻഡ് സയൻസ് തന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് മാത്സ് ആൻഡ് സയൻസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് സൈക്കോളജിക്കാണ്. അപ്പോൾ സൈക്കോളജി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഈ ഒരു 25 ദിവസം ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യത്തെ 5 ദിവസം എടുക്കുക. ആദ്യത്തെ 5 ദിവസം നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്? ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യലൈസേഷൻ, ഈ 2 ഭാഗങ്ങൾ. അതുപോലെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്, പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പം നിങ്ങൾ ആദ്യത്തെ സൈക്കോളജിയിൽ വരുന്നതാണ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ, പരിപക്വനം, ലേണിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ ഗ്രോത്ത് എങ്ങനെയാണ്, അതുപോലെ മെച്ചുറേഷൻ, ലേണിംഗ്, അതുപോലെ തന്നെ ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ്, ഇവയൊക്കെ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിനെക്കുറിച്ച് തീർച്ചയായും എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്ന ചോദ്യങ്ങളാണ്. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് വരും. ടോട്ടൽ സൈക്കോളജിയിൽ നിന്ന് ആദ്യത്തെ ഭാഗം ABC 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ 2 ഇപ്പം നമ്മൾ സോഷ്യലൈസേഷനും ചൈൽഡ് ഡെവലപ്മെൻറ്റും Aയിൽ വരുന്നതാണ്. അപ്പോൾ ഇത് എത്ര മാർക്കെന്ന് വെച്ചാൽ 15 മാർക്ക് ഇവിടെ ഉണ്ടാവും. ഓക്കെ, Bയിൽ നമുക്ക് 5 മാർക്ക് ഉണ്ടാവും. Cയിൽ 10 മാർക്ക് ഉണ്ടാവും. 10 മാർക്ക്. ഇതാണ് നമ്മളെ സൈക്കോളജിയുടെ 30 മാർക്കുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും, സോഷ്യലൈസേഷനും ചൈൽഡ് ഡെവലപ്മെൻറ്റും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ സോഷ്യലൈസേഷൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ പാറ്റേൺ, സോഷ്യൽ വേൾഡ് അറൗണ്ട് ചിൽഡ്രൻ, അതായത് കുട്ടികളുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ സ്കൂള്, അതുപോലെ ഫാമിലി, സൊസൈറ്റി, ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. അതുപോലെ എറിക്സൻ്റെ തിയറി തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. എറിക്സൻ്റെ തിയറി എല്ലാ അധിക എക്സാമിനും ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അത് നോക്കി വെക്കാം. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഈ C എന്നുള്ള ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഭാഗമാണ് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പെഡഗോഗിയാണ്. അപ്പോൾ പെഡഗോഗി തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇവിടെ മോഡ്സ് ഓഫ് ലേണിംഗ്, പഠനത്തിൻ്റെ പല മോഡ്സുകൾ. അതുപോലെ ബന്ദുരയുടെ കൺസെപ്റ്റ്, ഈ തിയറി ആൽബർട്ട് ബന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി നിങ്ങൾ പഠിക്കണം. അതുപോലെ വൈഗോട്സ്കിയുടെ തിയറികൾ, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ലേണിംഗ്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇത് പെഡഗോഗിയുടെ ഭാഗമാണ്. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ Cയിൽ 10 മാർക്കിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ്. പിന്നെ അടുത്ത 5 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പിയാഷെ, കോൾബർഗ് ആൻഡ് വൈഗോട്സ്കി ഇവരുടെ തിയറികളൊന്ന് പഠിക്കുക. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ആരുടേതാണ്? പിയാഷയുടേതാണ്. മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കിയാണ്. നമ്മൾ നേരത്തെ വൈഗോട്സ്കിയുടെ ചില കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇനി അവരുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതിലാണ് ZPD ഒക്കെ വരുന്നത് അല്ലേ. ZPD അധിക എക്സാമിനും വരുന്നൊരു ചോദ്യമാണ്. പിന്നെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് സെൻറ്റേർഡ്നെസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതുപോലെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് ആദ്യത്തെ 15 മാർക്കിൽപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ അവസാനത്തെ 10 മാർക്ക് C വിഭാഗത്തിൽപ്പെട്ടതാണ് കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇമാജിനേഷൻ, പ്രോബ്ലം സോൾവിങ്, അതുപോലെ ഇവിടെ തന്നെ പല തിങ്കിങ് ഇല്ലേ, ക്രിയേറ്റീവ് തിങ്കിങ്, അതുപോലെ ഡൈവേർജൻറ്റ്, അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട. ആ കാര്യങ്ങളൊന്ന് നോക്കുക. മെമ്മറി പ്രധാനപ്പെട്ട ഷോർട്ട് ടേം, ലോങ് ടേമിൽ തന്നെ എപ്പിസോഡിക് മെമ്മറി,
അതുപോലെ തന്നെ സെമാൻറ്റിക് മെമ്മറി ഓക്കെ, ഈ ഏരിയകളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അതൊരു വൈകാരികവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇ ക്യു ഈ ഇമോഷണൽ കോഷ്യൻ്റ്, ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ? ഇനി അതിൻ്റെ കൂടെ അടുത്ത 5 ദിവസമാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇൻ്റലിജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റലിജൻസിൽ കൺസെപ്റ്റുകൾ, അതിൻ്റെ തിയറി ഉണ്ട് അല്ലേ? ഏതൊക്കെ? ഫാക്ടർ തിയറി, SI മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ഗിൽഫോർഡിൻ്റെത്, അതുപോലെ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറീസ് ഒക്കെ അല്ലേ? ഫാക്ടർ തിയറി 2 ഫാക്ടർ ഇല്ലേ? 2 ഫാക്ടർ തിയറി ആരുടേത്? സ്പിയർമാൻ്റെ ഈ തീർച്ചയായും ഏത് എക്സാമിനും എന്ന് നമുക്ക് പറയാം. സ്പിയർമാൻ്റെ തിയറി അല്ലേ? ഹവാർഡ് ഗാർണറുടെ തിയറി, അതൊക്കെ തീർച്ചയായും ചോദ്യം വരുന്നതാണ്, പഠിച്ചാൽ നഷ്ടമാവില്ല. അടുത്ത് പിന്നെ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ്, നിങ്ങൾ പഠിക്കേണ്ടത് ലാംഗ്വേജ് ആൻഡ് തോട്ട്സിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ? അതിൻ്റെ തിയറി പിയാഷെ, വൈഗോട്സ്കി, ചോംസ്കി, ഇവരുടെ തിയറികളൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അടുത്തതിലാണ് വരുന്നത് മോട്ടിവേഷൻ. അടുത്തതിലല്ല, ഇതിൻ്റെ കൂടെ തന്നെ പെഡഗോഗിയിൽ നിന്ന് നോക്കേണ്ട ഭാഗമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. അതൊരു കുറച്ച് ഏരിയകളുണ്ട് അല്ലേ? നമ്മളെ DLED ടെക്സ്റ്റിൽ ഒരു ഏരിയ തന്നെയുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചു പോവുക കേട്ടോ, അവസാനം കുറച്ച് ദിവസമല്ലേ കിട്ടുന്നു. അപ്പോൾ അതുപോലെ തിയറീസ് ഓഫ് ലേണിംഗ്, പാവ്ലോ, തോണ്ടൈ, സ്കിന്നർ, നമുക്കറിയാം അവരുടെ കണ്ടീഷനിങ് തിയറികളൊക്കെ നമുക്കറിയാം. അപ്പോൾ പാവ്ലോ, തോണ്ടൈ, സ്കിന്നർ ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ അധികം ചോദിക്കുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ പട്ടിപ്പാവ്ലോ, നമുക്ക് എന്ത് ചെയ്യാം? പട്ടിപ്പാവ്ലോ, പൂച്ച തോണ്ടൈക്ക്, അതുപോലെ എലിപ്രാവ് സ്കിന്നർ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നായയിൽ പരീക്ഷണം പാവ്ലോ, പൂച്ചയിൽ പരീക്ഷണം തോണ്ടൈ, എലിപ്രാവ് സ്കിന്നർ അല്ലേ? പ്രാവിലും എലിയിലൊക്കെ നടത്തി. അതുപോലെ മറ്റൊരു പരീക്ഷണം ബോബോ പാവ അല്ലേ? ബോബോ പാവ പരീക്ഷണം. ബോബോ പാവ ആരുടേതായിരുന്നു അല്ലേ? ആൽബർട്ട് ബന്ദുരയുടെ പരീക്ഷണം അല്ലേ? ബോബോ പാവ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബോബോ പാവ പരീക്ഷണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗാഗ്നെയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഇത് വളരെ ഹയറാർക്കി ഓഫ് ലേണിംഗ് ശ്രദ്ധിക്കുക. ഇൻസൈറ്റ് ഓഫ് ലേണിംഗ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ആരുടേതാണ്? കൊഹ്ലറാണ്. പിന്നെ കൺസ്ട്രക്റ്റിവിസം, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഒസബൽ ഇവരുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറികളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ മോട്ടിവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മോട്ടിവേഷൻ. ആരുടെയൊക്കെ? മാസ്ലോനെ പഠിക്കുമ്പോൾ നീഡ് തിയറി പഠിക്കണം, നീഡ് തിയറി. അതുപോലെ മക്ലെലൻ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ അല്ലേ? അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, ഇത് രണ്ടും പ്രധാനപ്പെട്ട ഏരിയകളാണ്. ഇനി അടുത്ത 4ാമത്തെ 5 days ആണ് കേട്ടോ. 4ാമത്തെ 5 days ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ജെൻഡറിനെ കുറിച്ച്. അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ജെൻഡർ ബയസ്, ജെൻഡർ റോള്, ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ വ്യക്തിത്വം അല്ലേ? പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. പേഴ്സണാലിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ അപ്രോച്ചുകൾ, ടൈപ്പ് അപ്രോച്ച്, ട്രേറ്റ് അപ്രോച്ച്, ആൽപോർട്ടിൻ്റെ ആണല്ലോ ട്രേറ്റ്. അപ്പോൾ ഈ ഏരിയകളൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിനാണെന്ന് അറിയോ? ട്രേറ്റിനാണ് കേട്ടോ, ട്രേറ്റ് അപ്രോച്ച്. ഇവിടെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെയൊക്കെ കൂടുതൽ. നമുക്ക് ചിലപ്പോൾ നേരിട്ട് ചോദ്യം ഉണ്ടാവും, പക്ഷേ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് PYQ ചെയ്യണം എന്ന് പറയുന്നത്. PYQ കേട്ടോ, PYQ അവിടെ ഒക്കെ ചെയ്തു. അതുപോലെ കോൾബർഗിൻ്റെ തിയറിയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ടഫ് ആവും. പിന്നെ പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്, അത് തീർച്ചയായും പഠിക്കണം കേട്ടോ. അതുപോലെ തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, ടാറ്റ്, ചിൽഡ്രൻസ് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ വളരെ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സുകൾ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ഡിഫെൻസ് മെക്കാനിസം എന്നൊക്കെ പറയില്ലേ? ഡിഫെൻസ് മെക്കാനിസം, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഇതിൽ ആ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഉദാഹരണങ്ങൾ പല റിഗ്രഷൻ, അതുപോലെ തന്നെ പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്.
അടുത്ത 5 ഡേയ്സ്, അവസാനത്തെ 5 ഡേയ്സിൽ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് റിവിഷനും പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ നോക്കേണ്ട ചെറിയൊരു ഏരിയ ആണെന്ത്, CC കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇവിടെ അസസ്മെന്റ്, 3 അസസ്മെന്റ് പഠിക്കണം. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്. അതുപോലെ സ്ട്രാറ്റജീസ് അല്ലേ, അതുപോലെ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യുമുലേറ്റീവ് റെക്കോർഡ് നോക്കണം, അനക്ഡോട്ടൽ റെക്കോർഡ് നോക്കണം, പോർട്ട്ഫോളിയോ നോക്കണം. ഇത് തീർച്ചയായും നോക്കേണ്ടതാണ്. അതുപോലെ കുറച്ച് ടെക്നിക്സുകൾ, അതുപോലെ ഫീഡ്ബാക്ക്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതുപോലെ നാച്ചർ ഓഫ് പ്രിയർ ലേണിംഗ്, ആ ഏരിയയിൽ നിന്ന് വരുന്നത് റെഡിനെസ് ഫോർ ലേണിംഗ് അല്ലേ, റെഡിനെസ് ഫോർ ലേണിംഗ്, ലേണിങ്ങിൻ്റെ റെഡിനെസ്സിനെ കുറിച്ച് അതിൻ്റെ തിയറികൾ, സ്ട്രാറ്റജീസ് ഫോർ അസസ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജികൾ, എൻകറേജിങ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചുള്ളത്, അതുപോലെ ടീച്ചേഴ്സ് റോൾ, ഈ ഏരിയകളും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ CC തീർച്ചയായും നോക്കേണ്ട ഏരിയ ആണ് കേട്ടോ, അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അതിൻ്റെ കൂടെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതാണ് അത് CC പോലെ നോക്കേണ്ട മറ്റൊരു ഭാഗം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഏരിയ ഉണ്ടാവും. ഏതൊക്കെ? LD അല്ലേ, MR, OPH, സെൻസറിലി ഡിപ്രൈവഡ് ആയിട്ടുള്ള ആളുകൾ, നമുക്കെന്തറിയാം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾ, അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറലി ഡിപ്രൈവഡ് ആയ കുട്ടികളെ കുറിച്ചുള്ളത്. പിന്നെ ഇവർക്കൊക്കെ എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതുപോലെ ഗിഫ്റ്റഡ് അല്ലേ, ക്രിയേറ്റീവ് ആൻഡ് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ, ഇവരുടെ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസും അതുപോലെ നീഡ്സ് ക്യാരക്ടറിസ്റ്റിക്സും, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് അല്ലേ, ഈ റെമഡിയൽ മെഷേഴ്സ്, ഈ ഏരിയകളും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ അത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 25 ദിവസത്തെ സ്റ്റഡി പ്ലാൻ തന്നിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് സോഷ്യൽ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഓരോ ഏരിയകളാക്കി തിരിച്ചിട്ട് നിങ്ങൾ നോക്കുക. സോഷ്യലിന് പറയാനുള്ളത്, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. പ്രധാനപ്പെട്ട ഏരിയകളിലെ പുരാതന കാലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എക്കണോമിക്സും സോഷ്യൽ വരും കേട്ടോ. എക്കണോമിക്സിൽ ബാങ്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നീതി ആയോഗ് പല എക്സാമിനും ചോദിച്ചായിരുന്നു, നീതി ആയോഗിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഏരിയകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പോവുക. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? നമ്മൾ ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കാണാം. നിങ്ങൾ ഈ 25 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുകളെ ഒക്കെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഫാമിലി, ചിലപ്പോൾ നിങ്ങൾ ജോലിയുള്ളവരായിരിക്കും, ചിലപ്പോൾ കുട്ടികളെ പോറ്റേണ്ടവരായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ടീച്ചർ ആവണം എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഒരു സന്തോഷം നൽകാൻ പറ്റുന്ന അവരുടെ കഷ്ടപ്പാടുകൾ, നമുക്ക് വേണ്ടി അവരും പല കഷ്ടപ്പാടുകളും അവരും സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം വരുന്ന രീതിയിൽ ഒരു റിസൾട്ട് വരണം അല്ലേ, അവരുടെ സന്തോഷങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു റിസൾട്ട് വരണം. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഫോളോ ദ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ വാരി വരച്ച് പഠിക്കരുത്. സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യാം. ഒരു ദിവസം നടന്നിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് 25 ദിവസം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വരും. പിന്നെ അത് എക്സാമിൻ ഹാളിലേക്ക് വരെ ഉണ്ടാവും. എക്സാം ഹാളിൽ ആ മൂഡ് നഷ്ടപ്പെട്ടാൽ പിന്നെ എക്സാം എഴുതാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അടുത്തത് സെറ്റ് യുവർ ടൈം സെറ്റ് ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങളുടെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നു എന്നതിലല്ല, ആ കൊടുക്കുന്ന സമയം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൊടുക്കുന്ന സമയം ബെസ്റ്റ് ടൈം ആയിരിക്കും. എല്ലാ ജോലിയും കഴിഞ്ഞ് കുഴങ്ങി വന്നതിന് ശേഷം നമ്മൾ പഠിക്കാനിരുന്നാലും അതുപോലെ ഫ്രഷ് മൈൻഡിലായിട്ട് ഇരിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ കുറഞ്ഞ സമയം കൂടുതൽ പഠനം എന്ന രീതിയിലേക്ക് നിങ്ങളുടെ സമയത്തെ സെറ്റ് ചെയ്യുക. അതുപോലെ മോക്ക് ടെസ്റ്റ് ആൻഡ് റിവിഷനും മോക്ക് ടെസ്റ്റും വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ നിങ്ങൾ ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എഴുതി ബബിളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട്, അതായത് നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഇല്ലേ, നമ്മുടെ ചാനലിലൊക്കെ അവൈലബിൾ ആണ്, ഇത് ചെയ്യുക. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ എത്ര ഓപ്ഷൻസ് ഉണ്ടാവും,
അല്ലേ? 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് 4 ക്വസ്റ്റ്യൻസാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ 4 ഏരിയകൾ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ റിലേറ്റഡ് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യുന്ന ചാനലുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നേട്ടം, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റു 4 കൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉടനെ വരും. അപ്പോൾ ഇനിയുള്ള സമയത്ത് നിങ്ങൾ കാണുമ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും മനസ്സിലാക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എക്സാം ഹാളിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് പുതിയ വീഡിയോ ഇടാം. താങ്ക്